ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ എങ്ങനെ ഉൾത്തണമെന്ന് അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ചെറുപയർ ആദ്യം നന്നായി കഴുകി, അതായത് തലേ ദിവസം നമ്മളിത് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം. കുതിർത്തി വച്ചിട്ട് രാവിലെ എണീച്ച് നമ്മളിത് കഴുകി വാരി കുക്കറിലിടുക. എന്നിട്ട് ഇതിനാവശ്യമായ വെള്ളം, ഇത് കുറച്ച് വെള്ളം മതി. ഇതിന് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിടുക. നമ്മളെടുത്ത ക്വാണ്ടിറ്റി, എന്തോരം ക്വാണ്ടിറ്റിയാണോ നമ്മൾ ചെറുപയർ എടുക്കുക, ആ ചെറുപയറിന് ആവശ്യമായ ഉപ്പ് ഇടുക. മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷം, 3 വിസിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിപ്പോൾ കുക്കർ അടച്ചു, ഇന്നൊരു 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഇത് വെന്തിട്ടുണ്ടാകും. അതിനുശേഷം ഇത് വളർത്താൻ എങ്ങനെ, ചെറുപയർ എങ്ങനെ വളർത്തണമെന്ന് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെറുപയർ വെന്ത് കഴിഞ്ഞു, കണ്ടോ, വെന്ത് 3 വിസിൽ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് ചീഞ്ചട്ടി വയ്ക്കാം. ചീഞ്ചട്ടി വെച്ചിട്ട് ഇതിനാവശ്യമായ എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ ഇതിനാവശ്യമായത് ഒഴിക്കുക. എന്നിട്ട് ഈ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഉള്ളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്രഷ് ചെയ്ത് വെച്ചത് ഇതിനകത്തേക്ക് ഇടുക. ഇൻ കേസ് ഉള്ളി കുറവാണെങ്കിൽ നമുക്ക് സവാള കുരുരാന്നരിഞ്ഞ് ഇട്ടാലും മതി. പിന്നെ ചിലവർ ഉള്ളിയും മുളകും ചതച്ചിടുന്നതുണ്ട്, ഉണക്കമുളകും. ഇത് ഞാൻ പറയും ഉള്ളി മാത്രം ക്രഷ് ചെയ്തെടുത്തോളൂ. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി ഈ എണ്ണയിലിട്ട് ഈ ചുവന്ന ഉള്ളി നന്നായിട്ട് മൂത്ത് തന്നെ ഒരു ബ്രൗൺ കളറാകണം. അതാകുമ്പോഴാണ് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്, മുളക് പൊടി ഇടാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഉള്ളി മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ മുളക് പൊടി ഇടുക. ഞാൻ ഇതിനകത്ത് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. നമ്മുടെ എരിവ് അനുസരിച്ചാണ് നമ്മൾ മുളക് പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ടത്. ഈ മുളക് പൊടി ഒന്ന് ചൂടായി കിട്ടുക. ചൂടായി കിട്ടിയതിന് ശേഷം